ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ലൈവ് റീഡിംഗ് ആണ്. അതായത് നിങ്ങളിവിടെ എത്രത്തോളം എനർജി സ്പ്രെഡ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള റീഡിംഗ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയം അറിയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ യൂണിവേഴ്സിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ച് നിങ്ങൾക്ക് ഒരു ഉള്ളിൽ നിന്നൊരു ചോദ്യം, ഒരു ഇന്നർ വോയിസ് ഉണ്ടാവും, ഇന്നർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനുള്ളൊരു ആൻസർ ആയിട്ട് ഈ ഒരു എനർജി, നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന എനർജി, നിങ്ങൾക്ക് ലൈവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ റീസണേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നിങ്ങളുടെ ലൈവ് ആയിട്ടുള്ളൊരു എനർജിയാണിത്. നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻ ബേസ് ആയാലും, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കരിയർ ബേസ് ആയാലും, നിങ്ങളുടെ ഫിനാൻഷ്യൽ എന്തായാലും ഇതിൽ നമുക്ക് കണക്റ്റഡ് ആവും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ തന്നെ കൂടുതലും ഫോക്കസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. നിങ്ങളിങ്ങനെ ചോദ്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹങ്ങൾ, അതൊക്കെ നിങ്ങളിങ്ങനെ മനസ്സിലിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ സമയത്ത് പറയാനുള്ളത്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് അതൊക്കെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു നോ കാർഡൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ജസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കാർഡ്സ് പല രീതിക്കായിട്ട് കാർഡ്സ് കാണിച്ചു തരും. അപ്പം എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നോ കാർഡൊക്കെ വന്നത് എന്താണെന്ന് നമുക്ക് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ചില ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പ് ബേസിലായിരിക്കാം നിങ്ങൾ കുറച്ചധികം ആൾക്കാരുടെ പിറകെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്തൊരു സാധനമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിപ്രകാരം അത് ഇല്ല എന്ന് തോന്നുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാർ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, എനർജി ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ പോകണം, മാനസികപരമായിട്ടും ആ വ്യക്തിയുടെ എന്തോ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം എന്നുള്ളതായിട്ട് കുറച്ചധികം ആൾക്കാർ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കത് വേണം, എനിക്കതില്ലാണ്ടൊരു ലോകമില്ല എന്നൊക്കെ ഉള്ള ചിന്തിച്ചിരിക്കുന്ന കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എനിക്കിവിടെ റിലേഷൻ ബേസിൽ കാണാൻ പറ്റും. കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുറെ അധികം ആൾക്കാരുടെ ഒരു ടൈം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട വിധി, നിമിത്തം, നിയോഗം എന്ന് പറയുന്നത് ഓൾറെഡി വേറെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പിറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ബേസിൽ നിങ്ങൾക്ക് എത്രത്തോളം അച്ചീവ്മെന്റ്സ് ഉണ്ടാവും, എത്രത്തോളം ഒരു വിജയം ഉണ്ടാവും എന്ന് ഇവിടെ കാണിക്കുന്നില്ല. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അതിനെ വേദനിപ്പിക്കാൻ പറ്റും, അത്രത്തോളം നിങ്ങളൊക്കെ തന്നെ കൊന്ന് തിന്നിട്ട് നിങ്ങൾ അത് ചെയ്യിപ്പിക്കുന്നതായിട്ട് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി അത് കുറേ അധികം ആൾക്കാർക്ക് റീസണേറ്റ് ആവും. നിങ്ങളെ തന്നെ ക്രൂശിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒരു സന്തോഷം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാണ്ട്, നിങ്ങളുടെ ഒരു പോസിറ്റീവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാണ്ട് ആ ഒരു വ്യക്തിയുടെ പിറകെ പോയിട്ട്, അല്ലെങ്കിൽ വിധിപ്രകാരം നിങ്ങൾ എന്താ പറയാ, എന്തൊക്കെയോ അതങ്ങനെ നടക്കുന്നതായിരിക്കും. ആ വ്യക്തി മേ ബി നിങ്ങൾ അങ്ങനെ നടത്തുന്നതായിരിക്കാം. അങ്ങനെ ആയിട്ടാണ് കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം സിറ്റുവേഷൻ എനിക്കിവിടെ വരുന്നൊരു എനർജി എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ ആരാധിക്കാൻ വേണ്ടിയിട്ടും കുറേ അധികം ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളെ കൂടെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നു. മക്കള് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കുറേ അധികം ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, ഇത് മേ ബി എനിക്ക് തോന്നുന്നത് ഒരു അമ്മയാവാം, അല്ലെന്നുണ്ടെങ്കിൽ ലേഡി എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ മക്കൾക്കൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടും സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാരുടെ എനർജി എന്ന് പറയുന്നത് അങ്ങനെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാർ ഈ സമയത്ത് നിങ്ങളെ ഭയങ്കരമായിട്ടും സ്നേഹിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്താൽ അത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ആൾക്കാർ, ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു
ഈ ഒരു വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കഴിവുണ്ടായിരിക്കും, ജോലി ഉണ്ടായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ ലൈഫിലോട്ട് അങ്ങനെ ആൾക്കാർ വരാൻ ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ അധികം കാര്യങ്ങളിൽ നിങ്ങൾ കുറേ അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫെമിനൈൻ എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഫെമിനൈൻ എനർജിയിലും മസ്കുലർ എനർജി ആയാലും ഓക്കെ, എന്താ പറയാ, ഭയങ്കരമായിട്ടും എഫേർട്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഭയങ്കര ആൾക്കാരെ ഉപദേശിക്കുന്ന കാര്യത്തിലായാലും, അല്ലെങ്കിൽ തന്നെ എന്താ പറയാ, ഒരു റിയലൈസേഷൻ ആയാലും, അല്ലെങ്കിൽ തന്നെ ഒരു അച്ചീവ്മെന്റ്സ് ആയാലും, സഫറിങ് ആയാലും, സൈലന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കുറേ അധികം അനുഭവങ്ങളുള്ള, കുറേ അധികം എക്സ്പീരിയൻസ് ഉള്ള, കുറേ അധികം കാര്യങ്ങൾ തരണം ചെയ്ത് വന്നൊരു വ്യക്തി. നിങ്ങൾ കണ്ടതിന്റെ അത്ര പീക്ക് പോയിന്റ് ഒന്നും വേറൊരു വ്യക്തി കണ്ടു കാണത്തില്ല. അതായത് നിങ്ങളെ എക്സ്പീരിയൻസ് വേറൊരാൾക്ക് എത്രത്തോളം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് മനസ്സിലാവും. അതായത് നിങ്ങളുടെ സ്വപ്നം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം, നിങ്ങൾ രാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം, ആ വ്യക്തി വന്നിട്ട് എനിക്കിവിടെ നിന്ന് ആ സ്വപ്നം കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് നിങ്ങളുടെ സ്വപ്നമാണ്, അത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. അത് വേറൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ, അത് കാണാൻ പറ്റത്തില്ല. അത്രയും അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ ആരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളത് ആരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര തന്നെ നിങ്ങൾ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാലും അതൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. അതൊന്നും ഈ ഒരു സമയത്ത് അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടായി പോകും, നിങ്ങൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, സഫർ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നൊന്നും പറയാണ്ടിരിക്കുക മാക്സിമം. അവർക്കത് റിയലൈസ് ആവത്തില്ല, അവരത് അങ്ങനെ എടുക്കത്തില്ല. അത് നിങ്ങളുടെ എനർജി ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ അനുഭവങ്ങളൊന്നും, ഞാൻ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നു, അപ്പം അങ്ങനെ പറയാണ്ടിരിക്കുക മാക്സിമം. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാണ്ടിരിക്കുക മാക്സിമം. ഓക്കെ, അപ്പം കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു സമയത്ത് കുറേ അധികം സ്വപ്നങ്ങൾ കാണും. ഈ ഒരു ടൈമിൽ കൺഫേം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പറഞ്ഞാലും ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും സ്വപ്നങ്ങൾ. ഇൻറ്റ്യൂഷനെക്കാളും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. അത് ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനിലുള്ള സ്വപ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ആൾക്കാരായിരിക്കാം, പല രീതിക്കുള്ള ആൾക്കാരെ നിങ്ങൾ സ്വപ്നം കാണുന്നതായിരിക്കാം. വണ്ടറിങ് ആയിട്ട് ഇന്നേ വരെ നിങ്ങൾ കാണാത്ത സ്വപ്നങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിലൂടെ വന്നിരിക്കുന്നത്. അത് നെഗറ്റീവുമായിരിക്കാം, പോസിറ്റീവുമായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പോലും വിചാരിക്കാത്ത കുറച്ചധികം വല്ലാത്തൊരു സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിന് വേറെ യാതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഒരു സംഭവം ഇല്ലെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞെന്നും പറഞ്ഞ് വേറെ പ്രശ്നമൊന്നും ഉള്ള കാര്യങ്ങളായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും യെസ്, അത് ഒരു നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് വലിയ സിറ്റുവേഷൻ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. ഓക്കെ, അപ്പം ചില ആൾക്കാരുടെ സിറ്റുവേഷൻ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലങ്ങനെ, ഞാനിപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നോ കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ പ്രോപ്പറായിട്ട് എടുത്ത കാർഡുമല്ല, ഞാൻ ജസ്റ്റ് ഷഫിൾ ചെയ്തപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു കാർഡ് കിട്ടി. അത് നോ കാർഡാണ് കിട്ടിയേക്കുന്നത്. അത് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിവ്യൂ എന്തുമായിരിക്കാം. അത് എന്താ എനിക്കറിയത്തില്ല, എന്താണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ടൈമൊക്കെ, ഈ ഒരു കാർഡൊക്കെ എത്തിയപ്പോഴാണ് ഞാനത് പറയുകയും ചെയ്തത്. അപ്പൊ എനിക്ക് അറിയത്തില്ല അതെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നെനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ കൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസറൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. പോയ ടൈമിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അതായത് കഴിഞ്ഞ കാലം തിരിച്ചു കിട്ടുമോ? എൻ്റെ പാസ്റ്റ് എനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് ഇവിടെ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് എനിക്കിനി നല്ലൊരു സമയം ഉണ്ടാകുമോ, എനിക്കിനി നല്ലൊരു കാലം ഉണ്ടാകുമോ, എനിക്കിനി നല്ലൊരു ടൈം ഉണ്ടാകുമോ, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ഉള്ളതാകും എന്ന് ചോദിച്ച് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സ് ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും അജ്ഞാതമായ കഴിവുകളുണ്ടോ, ഞാൻ സ്പിരിച്വാലിറ്റി പരമായിട്ട് ഞാൻ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളൊരു എനിക്ക് എന്താ പറയാ, എൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ എല്ലാവരും എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ 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 നിങ്ങൾക്ക് എല്ലാത്തിലുള്ള ഒരു ആൻസർ നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കഴിഞ്ഞ കാലം എനിക്ക് തിരിച്ചു കിട്ടുമ്പോൾ എനിക്കിനി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമോ, എൻ്റെ ലൈഫിലേക്ക് ഇനി ആരെങ്കിലും കടന്നു വരുമോ, പുതിയ വ്യക്തികൾ കടന്നു വരുമോ എന്ന് ചോദിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ
പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് തന്നെയാണ്. പാസ്റ്റിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ഭയങ്കരമായിട്ടും പാടാണ്. കാരണം ആ ഒരു ടൈം, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു ടൈമിലും സിറ്റുവേഷൻസിലും ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. അതേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി ക്രിയേറ്റ് ആവത്തില്ല. പുതിയ പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി ക്രിയേറ്റഡ് ആവുന്നതാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും സഫർ ചെയ്യുന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടും എന്താ പറയാ, ഒറ്റയ്ക്ക് ഒരു തോണി തുഴഞ്ഞുകൊണ്ട് പോകുന്നതിന്റെ ഒരു പാട് എന്ന് പറയുന്നത് എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കുറേയധികം ആൾക്കാർ കടന്നു പോകുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഡിവൈൻസ്, ഫെമിനൈൻ എനർജീസ് ഒക്കെ കുറേ അധികം ആൾക്കാരുടെ അടുത്തുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന ഡിവൈൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ദൈവങ്ങൾ തന്നെയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് ഷീൽഡ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നത് ഡിവൈൻസ് തന്നെയാണ്. വേറെ ആരും കൂടെ ഉണ്ടാവുന്നില്ല. ആരും നിങ്ങളുടെ ലൈഫിലോട്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്, വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടും സ്പിരിച്വൽ വേയിൽ പോകുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് കുറേയധികം ആൾക്കാർക്ക് ആശ്വാസമായി നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോസ്, കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്. ചില അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ ആണ്. അതായത് റിലേഷൻഷിപ്പിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം പിടിച്ച് അതിനുള്ള സൊല്യൂഷൻ അല്ലേ, ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് നിർത്തും, നിങ്ങളുടെ മനസ്സ് ഇവിടെ പിടിച്ച് നിർത്തുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് പോയേ പറ്റും. അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻ ആണിത്. ലവിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണം. അതായത് എൻ്റെ മനസ്സ് അവിടെയാണോ, അല്ലെങ്കിൽ ഞാൻ ആരാണ്, എനിക്കൊരു സോൾമേറ്റ് ആണോ, ഞാനൊരു സോൾ കണക്ഷൻ ആണോ, എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എനർജി അത്രത്തോളം അവിടെ ഉണ്ടാവാം. മേ ബി നിങ്ങൾ വിഷമിച്ചും നിങ്ങൾ കരഞ്ഞും പിഴിച്ചും ഉണ്ടാവുന്ന ഒരു എനർജി ആയിരിക്കാം അവിടെ കിടക്കുന്നത്. അപ്പം ആ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകണം, വിഷമിച്ചിട്ട് ഒരു എന്താ പറയുക, ഈ വിഷമം വന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു വാശിയായിക്കൊണ്ടിരിക്കുക. അതായത് ഈ വ്യക്തി എൻ്റെ അടുത്തോട്ട് തിരിച്ച് റിട്ടേൺ വരുത്തണം എന്നൊക്കെ ഉള്ളൊരു വാശിയായിട്ട് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. കുറേയധികം ഈ Triple 1 ആണ് കണ്ടേക്കുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കർമ്മ എങ്ങനെ ക്ലെൻസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കർമ്മ എങ്ങനെ ക്ലെൻസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂമറാങ്. അത് ആർക്ക് കൊടുത്ത് ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ചായിരിക്കും കർമ്മ റിലേറ്റഡ് ആണ്. പക്ഷേ കർമ്മ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളത് റിയലൈസ് ചെയ്യണം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 ദിവസം അടിപൊളിയായിട്ട് പോയി ചിക്കൻ ബിരിയാണി കഴിക്കണം. ഈ ചിക്കൻ ബിരിയാണിയിലെ മട്ടൻ ബിരിയാണി, നല്ല ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ കഴിക്കണം. അതിനുശേഷം 2 ദിവസം കഴിച്ച ബിരിയാണി 2 ദിവസം നിങ്ങൾ പട്ടിണി കിടക്കണം. 2 ദിവസം നിങ്ങൾ പട്ടിണി കിടന്നതിന് ഈ 2 ദിവസം ബിരിയാണിയും കഴിക്കണം, അതിന് ശേഷമുള്ള 2 ദിവസം നിങ്ങൾ പട്ടിണി കിടക്കണം. അപ്പം നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ഈ കടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം. എന്നിട്ട് ബിരിയാണി നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ കൊതിയാവും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ 2 ദിവസം കഴിച്ചു, പക്ഷെ നിങ്ങൾക്ക് 2 ദിവസം കിട്ടിയില്ല. ഈ ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അതവിടെ വ്രതം എടുത്തു, 2 ദിവസം നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം ഒന്നും കഴിക്കരുത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നൈസായിട്ട് വെളിയിലോട്ട് ഇറങ്ങി പോയതിനു ശേഷം അവിടെ ഈ പറയുന്ന നിങ്ങൾ അപ്പോൾ ഒരു സിറ്റുവേഷനിലാവും. നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും വിശപ്പ് എന്ന് പറയുന്നത് വിശപ്പാണ്. നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും നിങ്ങൾ എത്രത്തോളം അഹങ്കാരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓൾറെഡി നിങ്ങളെ മനസ്സും നശിച്ച് വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. അതായത് നിങ്ങളുടെ അതേ സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഭിക്ഷക്കാരായിരിക്കാം, വിശന്ന് ഭയങ്കരമായിട്ട് മനസ്സൊക്കെ തകർന്നിരിക്കുന്ന ഒരുതരം വ്യക്തികളായിരിക്കാം. അപ്പം ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ അതേ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട്, അതായത് നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കും ആ വ്യക്തി നിൽക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെക്കാളും ചിലപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ മനസ്സിലാക്കി ഒരു നേരത്തെ ബിരിയാണി നിങ്ങൾക്ക് ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ 100% പറയുന്നത്, ആ വ്യക്തിയുടെ മനസ്സോടെ നിറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബിരിയാണിയുടെ ആവശ്യം വേണ്ടി വരത്തില്ല. നിങ്ങൾ റിട്ടേൺ പോയിട്ട് പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കത്തില്ല. നിങ്ങളുടെ മനസ്സും നിറയും, നിങ്ങളുടെ ഫുഡും, നിങ്ങളുടെ വയറും നിറയും, നിങ്ങളുടെ മനസ്സും നിറയും. നിങ്ങൾക്ക് കർമ്മ എന്ന് പറയുന്ന സാധനം ക്ലെൻസ് ആക്കി തരും.
യൂണിവേഴ്സ് ക്ലെൻസ് ആക്കി തരും. അതായത് നിങ്ങൾ അവിടെ ഒരു തെറ്റ് ചെയ്തു, വലിയൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ വലിയ തെറ്റ് ചെയ്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അതിനേക്കാൾ വലിയൊരു നന്മ ചെയ്തു. അതായത് 100% നിങ്ങൾ ചെയ്തപ്പോഴത്തേക്കും 100 മടങ്ങാക്കി നിങ്ങൾ കൊടുത്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിവൈൻസ്, ഈ പറയുന്ന യൂണിവേഴ്സ് കണ്ണടയ്ക്കും. 100% യൂണിവേഴ്സ് കണ്ണടയ്ക്കും. 100% യൂണിവേഴ്സ് അതിന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ്, നിങ്ങൾക്ക് ഒരു സക്സസ് ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു, അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ ഇത് കർമ്മ ക്ലെൻസ് ആവാൻ തുടങ്ങും. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. അപ്പം അതേ സിറ്റുവേഷനിൽ നിങ്ങൾ പോയി, നിങ്ങൾ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു ഒന്നാമത്തത്, പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ അതേ കണക്ക് പട്ടിണി കിടന്നു, അതേ കണക്ക് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആ വേദന മനസ്സിലാക്കി നിങ്ങൾ അത് അറിഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കർമ്മ ക്ലെൻസ് ആവും. ഓക്കെ, അത് നിങ്ങൾ റിയലൈസ് ചെയ്താൽ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന കർമ്മ ക്ലെൻസ്, കാർമിക്കായിട്ടുള്ള കുറേ അധികം ആൾക്കാർ പോകുന്ന സിറ്റുവേഷൻസ് ആണ്. അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കർമ്മ കൺഫേം ഷ്യൂർലി നിങ്ങളുടെ കർമ്മ ക്ലെൻസ് ആയി, നിങ്ങളുടെ കർമ്മ തീർന്നു, എൻ്റെ അവിടെ വെച്ചിട്ട്. അത്രത്തോളം നിങ്ങൾ എത്രത്തോളം ബിരിയാണി മേടിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് അത്രത്തോളം കർമ്മ ക്ലെൻസ് ആയിക്കൊണ്ടിരിക്കും. കാരണം അവരുടെ മനസ്സ് നിറഞ്ഞ് അവരുടെ എനർജി പാസ്സാവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ വയർ ഓൾറെഡി അവിടെ നിറയും, നിങ്ങളുടെ വയറും നിറയും, നിങ്ങളുടെ മനസ്സും നിറയും, നിങ്ങളുടെ കർമ്മയും ക്ലെൻസ് ആയി പോകും. ഓക്കെ, ഒരു ബിരിയാണി 110 രൂപയുള്ളൂ, 120 രൂപ കണ്ടേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു ബിരിയാണിക്ക്. അത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കർമ്മ ക്ലെൻസ് ആയി. 120 രൂപ കൊണ്ട് കർമ്മ ക്ലെൻസ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചുമ്പോഴത്തേക്കും ഇത് ഞാൻ തമാശ രൂപേണ പറഞ്ഞത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ഭയങ്കരമായ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. കാരണം 2 ദിവസം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ വാല്യൂ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ 2 ദിവസം ഫുഡ് കഴിക്കാണ്ട് ഈ സാധനം ബിരിയാണി മേടിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുന്നില്ല, അത് അവർക്ക് മേടിച്ചു കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഭയങ്കര ഒരു സംഭവമാണത്. ആ സമയത്ത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ റിയലൈസ് ആവും. ആ വ്യക്തിക്ക് ദൈവം എന്താണെന്ന് മനസ്സിലാവും, നിങ്ങൾക്ക് ദൈവം ആരാണെന്ന് മനസ്സിലാവും. അങ്ങനെയൊക്കെയുള്ള കുറെ അധികം കാര്യങ്ങൾ ഇവിടെ മനസ്സിലാവും, റിയലൈസ് ആവും. ഈ വ്യക്തി എൻ്റെ അടുത്ത് വരുമോ, റിട്ടേൺ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റീയൂണിയൻ പോസിബിൾ ആവും എന്നൊക്കെ ചോദിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് അപ് ടു, അതായത് നിങ്ങൾക്ക് വേണ്ടി വിധിച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി കടന്നു വരും, തിരിച്ചു വരും എന്നുള്ളതിന് 100% ഉറപ്പാണ്. അതിൽ നിങ്ങൾ യാതൊരു രീതിയിലും നിങ്ങൾ ഓക്കെ, ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഒരു ഫിനാൻഷ്യലി ചോദിക്കുന്നുണ്ട്, ഞാൻ നോക്കാം. ഓക്കെ, അപ്പം ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി കടന്നു വരും. ഓക്കെ, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് റിട്ടേൺ കടന്നു വരും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, എനിക്കിവിടെ കുറേ അധികം എനർജി ഇപ്പൊ പാസ് ആവുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇനി കാണാൻ പോകുന്നത്. എനിക്കൊരു നല്ല ജോലി കിട്ടുമോ, അല്ലേ, എനിക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകുമോ, ഞാൻ പഠിച്ച ജോലിയൊക്കെ നടക്കുമോ എന്നുള്ള കുറച്ചധികം ആൾക്കാരെയൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ഇത് ഓക്കെ. റിലേഷൻഷിപ്പിന്റെ കുറെ അധികം കാര്യങ്ങളൊക്കെ ഓക്കെ ആവും കേട്ടോ. ഇത് എനിക്ക് നിങ്ങൾ നേരിട്ട് ലൈവ് റീഡിങ് നിങ്ങൾ ജസ്റ്റ് നേരിട്ട് കാണണം. ഞാൻ കാർഡ് എടുക്കുകയാണ്. മൂവ് ഓൺ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആൻസർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് എടുക്കും. ചോദിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തിനുള്ള ആൻസർ ആണെന്നൊക്കെ. അപ്പം അത് നിങ്ങൾ അതേ കണക്ക് ജസ്റ്റ് എടുക്കുക. അത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ആക്കി വെച്ചിരിക്കുന്ന കാർഡൊന്നും അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ ജസ്റ്റ് ഇത് റിയലൈസ് ചെയ്യുക. ജോലി കിട്ടാൻ നിങ്ങൾക്കൊരു പുതിയൊരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിച്ച് ജോലി കിട്ടുമോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയറിൽ നിങ്ങൾ മെച്ചപ്പെടുമോ, കരിയറിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമോ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എത്രത്തോളം ബ്രെയിൻ തല യൂസ് ചെയ്ത് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങൾക്ക് എത്രത്തോളം ബ്രെയിൻ ഉപയോഗിക്കുന്നു, എത്രത്തോളം തല ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേ അധികം കഷ്ടപ്പാടും കുറേ അധികം സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്തുണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തോട്ട് എത്തും, എന്ന് ഞാൻ 100% പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ജസ്റ്റ് ഒരു പടിയും കൂടെ ഉള്ളു നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ അവിടെ എത്തും. വേറെ കൺട്രീസിലൊക്കെ പോകുന്നുണ്ട്, ജോബ് റെഡി ആവുന്നുണ്ട്, ഫിനാൻഷ്യലി ഒക്കെ മെച്ചപ്പെടുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എക്സാം ഒക്കെ എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എക്സാം ഒക്കെ നന്നായിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐഡിയാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എക്സാം ഒക്കെ എഴുതാൻ നോക്കുക. എന്തെങ്കിലും എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സാം എഴുതി പാസ്സാവാൻ വേണ്ടിയൊക്കെ നിൽക്കുക. ക്യൂട്ട് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എക്സാം എഴുതുന്ന ആൾക്കാർ. ഓക്കെ, അപ്പം അടുത്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഒക്കെ പാസ്സാകുമോ, എക്സാം ഒക്കെ പാസ്സാകും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
എക്സാം പാസ്സാവോ നോക്കാം. എക്സാം ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ പാസ്സാവുമോ നോക്കാം. നോട്ട് ദ റൈറ്റ് ടൈം, അതെനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. എക്സാം പാസ്സാവുമോ എന്നുള്ളത് അത് നിങ്ങൾ എഴുതും കണക്കിരിക്കും. അത് ഞാൻ എസ് കാർഡ് വന്നാലും നോ കാർഡ് വന്നാലും അതെനിക്ക് പറയാൻ പറ്റത്തില്ല. സോറി ഗൈസ്, നോട്ട് ദ റൈറ്റ് ടൈം അതെനിക്കിപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എക്സാം ഒക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്, അത് ഡിവൈൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അത് പാസ്സാവുമോ ഇല്ലെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പരീക്ഷ എഴുതും കണക്കിരിക്കും. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ്. അതെനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എക്സാം എഴുതിയിട്ട് പാസ്സാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതും കണക്കിരിക്കും. നിങ്ങൾ പഠിച്ച് നന്നായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഡിവൈൻ നോക്കിക്കോളും. അപ്പോൾ പഠിക്കാൻ നോക്കും മാക്സിമം. പഠിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ നോക്കിക്കോ. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, കുറച്ചധികം നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ടാലന്റിൽ വിശ്വസിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന, ഫിനാൻഷ്യൽ ചെയ്യുന്ന, കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു തരം എനർജിയാണ്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് നടക്കുന്ന ഒരു വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടക്കും. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം അത് നടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫെയിം ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും എന്താ പറയാ, നിങ്ങളുടെ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ച സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ച ഫെയിം, അങ്ങനെ അതായത് ഫിലിം ഫീൽഡ്, അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം ആൾക്കാർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലാമർ ആയിട്ടുള്ള, ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിക്കുന്ന, ജിം അങ്ങനെയൊക്കെയുള്ള ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന, ക്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയാ, ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നടക്കും. നിങ്ങൾക്ക് എന്തിലേക്കോ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കരിയറൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആവും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റാം പാക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം ആൾക്കാർ അത് നടക്കും. കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, കുറച്ചധികം ആൾക്കാരുടെ, എല്ലാവരുടെ സിറ്റുവേഷൻസ് അല്ല, കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ കാർഡ് നോക്കിയിട്ടാണ് പറയുന്നത്. ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നതല്ല. അപ്പം ഇത് സത്യമായിട്ട് ഇത് കുറേയധികം ആൾക്കാർക്ക് ഇത് കണക്റ്റഡ് ആവും, കുറേയധികം ആൾക്കാർക്ക് ഇത് കണക്റ്റഡ് ആവത്തില്ല. എന്നെ നിങ്ങൾ ഇത് എന്തൊക്കെ വന്നാലും നിങ്ങൾ എന്നെ പ്രാവാൻ നിൽക്കരുത്. കാരണം ഇത് എനിക്ക് കാർഡ് കണ്ടിട്ട് ഞാൻ പറയുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇത് ഇത്രയും കാർഡ് എടുക്കുന്നതിൽ ഓരോ കാർഡ്സ് വെച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ അതിനുള്ള ആൻസർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ റിയലൈസ് ആവും. ഞാനിത് നിങ്ങളുടെ മുന്നിൽ ലൈവ് റീഡിംഗ് ആണ്. ഓക്കെ, ഞാനിത് കാർഡ് എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതല്ല. മൂവ് ഓൺ സിറ്റുവേഷൻസ് ആണ്. കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ മൂവ് ഓൺ ആണ്. അത് ടൈം എൻഡ് ആയി. അതിന്റെ ടൈം എൻഡ് ആയത് കൊണ്ട് നിങ്ങൾ ഇനി എത്രത്തോളം പിടിച്ചു വലിച്ചാലും, എത്രത്തോളം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഇല്ല. മൂവ് ഓൺ ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ജോലി, കരിയർ, ഫിനാൻസ് എന്ന് പറയുന്ന സംഭവത്തിൽ ഇനിയൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാവുമോ, ബിസിനസ്സിൽ ഇനിയൊരു ഉയർച്ച ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തികൾ പേഴ്സൺ റീഡിങ് എടുക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് ഈ കാർഡ് കണ്ടിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു ടൈമിൽ രാജാവായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, കുറേയധികം സമ്പാദിച്ച് കുറേയധികം ആൾക്കാരെ സഹായിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്നൊരു ടൈം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത് പേഴ്സൺ റീഡിങ് തന്നെ എടുക്കേണ്ടി വരും. കടം ഉള്ള ആൾക്കാരായിരിക്കാം, ഫാമിലി പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കാം, വീട് പരമായിട്ട് ജപ്തി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഭയങ്കരമായി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കുറേ അധികം ആൾക്കാർ, ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അത് ചിലപ്പം നിങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ഒരുമിച്ച് കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എനിക്കിവിടെ. മേ ബി ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള പരിപാടിയിലായിരിക്കും. അത് തന്നെയാണ് കാണുന്നത് എനിക്കിവിടെ. ക്രിസ്മസ്, ഹാപ്പിനെസ്, എൻജോയ്മെന്റ് ഒക്കെ കാണാൻ പറ്റുന്നു. കുറേയധികം ആൾക്കാർ റീസൺ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നത്. ക്രിസ്മസ്, ഹാപ്പിനെസ്, ഭയങ്കരമായിട്ടുള്ള ഒത്തുകൂടൽ, ഒരുമിച്ചുള്ള ബ്ലെസ്സിങ്സ്, ഒരുമിച്ചുള്ളൊരു അങ്ങനെയൊക്കെയുള്ള കുറേയധികം ആൾക്കാര്. പിന്നെ നിങ്ങൾക്ക് ഈ സമയം കുറേയധികം ആൾക്കാർ പ്രഗ്നന്റ് ആവുമോ, അല്ലെങ്കിൽ ഗർഭിണി അങ്ങനെയൊക്കെയുള്ള മക്കളുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ നീണ്ടു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടാ.
വീഡിയോ നീണ്ടു പോകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എനിക്കത് അറിയത്തില്ല. ബ്ലാക്ക് മാജിക് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ. ബ്ലാക്ക് മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് അതെനിക്ക്. അത് മിക്കവാറും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആൻസറും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളും എനിക്കിവിടെ അതിനുള്ള മറുപടി ആയിട്ട് ഡിവൈൻ. ഓക്കെ, റിലേഷൻഷിപ്പില് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ കോംപ്രമൈസ് ആകുമോ, ഇനി ഒരുമിച്ച് ചേരാൻ പറ്റുമോ നമുക്ക് രണ്ടുപേർക്കും എന്ന് ചോദിക്കുന്ന ഒരു പുതിയ എനർജി എന്ന് പറയുന്നത് കോംപ്രമൈസ് ആവാം. നിങ്ങൾക്ക് കോംപ്രമൈസ് ആവുന്നുണ്ട്. ഇത് കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് കോംപ്രമൈസ് ആവുന്നുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണാനില്ല. ചെറിയൊരു ഈഗോ, ചെറിയൊരു തടസ്സം, ചെറിയൊരു പ്രശ്നങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ മനസ്സ് തമ്മിലുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ചില അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. അപ്പം കോംപ്രമൈസ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കോംപ്രമൈസ് ആവുന്നുണ്ട്. പക്ഷെ ഒരേ തട്ടിൽ നിന്ന് ചിന്തിക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരേ തട്ടിൽ നിന്ന് ചിന്തിച്ച് ഒരേ രീതിക്ക് കോംപ്രമൈസ് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ടൈമിൽ പറയാനുള്ളത്. കോംപ്രമൈസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ജേണി ആണോ? കുറേയധികം ആൾക്കാർക്കാണ് സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ജേണി. കുറച്ചധികം ആൾക്കാർക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് യൂണിവേഴ്സിൽ വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. പർപ്പസ്ഫുള്ളി കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, മാരേജ് ഒരുമിച്ച് ചേരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. ഓക്കെ, അപ്പം കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ വിചാരിച്ചൊരു പോയിന്റിലോട്ട് നിങ്ങൾ എത്തും. നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ്, നിങ്ങൾ ഹാർഡ് വർക്ക്, പുതിയ ജോലി കയറുന്ന ആൾക്കാരായിരിക്കാം, പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, എന്താ പറയുക, നിങ്ങൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ അതിലോട്ട് കൂടുതലും എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൂടുതലും ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, എത്രത്തോളം ആത്മാർത്ഥത കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ആത്മാർത്ഥത കൊടുക്കുക. അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്തുള്ള ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സക്സസ് എന്താണോ അതിനുള്ള സംഭവം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഉള്ള കാര്യങ്ങളൊന്നും നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കുറേയധികം ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കുറേയധികം ആൾക്കാർക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, നിങ്ങളുടെ ആരെയും ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ഞാൻ അടുത്ത സെക്ഷൻ പോകുമ്പോഴത്തേക്കും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കൺഫേം, നിങ്ങൾക്ക് ഷുവർലി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിലോട്ട് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ട്, ബാഡായിട്ട്, നിങ്ങൾക്ക് ആരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥയാണ്, എല്ലാ രീതിക്കും പ്രശ്നങ്ങളാണ്, എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും കുറേയധികം സിറ്റുവേഷൻ എന്നെ ആർക്കും വേണ്ട, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഡിവൈൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. കുറേയധികം സിറ്റുവേഷനിൽ നിങ്ങളെ പരീക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ഫ്യൂച്ചറിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവും. സ്പിരിച്വൽ ജേണി, സോൾമേറ്റ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം ജേണി എന്നൊക്കെയുള്ള കുറേയധികം ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, നിങ്ങൾ അത്രത്തോളം നിങ്ങളെ നെഗറ്റീവായിട്ട് പരീക്ഷിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഇത് പറയുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഇത് കുറേയധികം ആൾക്കാരുടെ സിറ്റുവേഷൻ, നിങ്ങൾക്ക് ആരെ വിശ്വസിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഏത് ദൈവത്തിനെ വിശ്വസിക്കണം, എന്താണ് നിങ്ങൾക്ക് ഇവിടെ നടക്കുന്നത് എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ വല്ലാത്തൊരു ടൈമിലോട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു തരം, എന്താ പറയാ, യൂണിവേഴ്സ് അത്രത്തോളം അടിച്ച് താഴ്ത്തപ്പെട്ട് വല്ലാത്തൊരു ടൈമിങ്ങിലോട്ട്, വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകുന്ന വ്യക്തികളാണ് ഇവരും. എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാരുണ്ടായി പേഴ്സണൽ റീഡിങ് എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക നിങ്ങൾ. ഓക്കെ, അടുത്ത ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം, കാരണം ടൈം നമുക്കില്ല. ഓക്കെ, സെക്ഷൽ റിലേഷൻ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ എനിക്ക്. നിങ്ങൾ തമ്മിൽ മാരേജ് ആണോ ഉദ്ദേശിക്കുന്നത്, അതോ സെക്സ് ആണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്തായാലും നോക്കാം.
ഓക്കേ, ഓക്കേ, ഓക്കേ. സത്യം പറഞ്ഞാൽ കുറെ അധികം ആൾക്കാരുടെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ടൈം ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് ഞാൻ കാണാൻ പറ്റുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി കഴിയും. ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തായിരിക്കും അല്ലേ മേ ബി. അതായിരിക്കും കാർഡ് എനിക്ക് ഇവിടെ കിട്ടിയത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ല തന്നെയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് ജോബിനായിരിക്കാം, ഫിനാൻഷ്യൽ, മെറ്റീരിയൽ ലൈഫിലായിരിക്കും, റിലേഷൻഷിപ്പ് ആയിരിക്കാം. മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ, യോഗയൊക്കെ ചെയ്യുന്നത് നല്ലതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു സമയത്ത് കുറേയധികം ആൾക്കാർക്ക് നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. കുറേയധികം ആൾക്കാർക്ക് എന്താ പറയുക, അവേക്കനിങ് ആവും. നിങ്ങൾ മനസ്സിലാക്കാത്ത, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറേ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകാൻ വേണ്ടി ചാൻസ് ഉള്ള ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് കുറേയധികം ആൾക്കാർക്ക് നിങ്ങൾ പോകേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ആഗ്രഹങ്ങൾ സാധിക്കും. കുറേയധികം ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടാകും. സന്തോഷം ഉണ്ടാകും. കുറേയധികം സോൾമേറ്റ്സ്, കുറേയധികം ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വന്ന് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. പുതിയ പുതിയ ആഗ്രഹങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നേടുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത്, എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാരുടെ അല്ല, അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിച്ച് കാണാം. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അത് മേ ബി അത് ഡിവൈൻ ആയിട്ട് നിങ്ങളെ തമ്മിൽ ചേർപ്പിച്ച് വയ്ക്കുന്നതായിരിക്കാം. എക്സ്ട്രാ മാരിറ്റൽ ലൈഫിൽ സെക്ഷൽ അട്രാക്ഷൻ ഒക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റും. അത് തെറ്റാണോ? അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണോ? അതെനിക്കും ഒരു ചോദ്യമാണ്. എനിക്കും ഉള്ളൊരു ചോദ്യമാണ്. അപ്പം അങ്ങനെയല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ എനിക്ക് തെറ്റാണോ? അതെനിക്ക് അറിയത്തില്ല. തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഡിവൈൻ നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അത് സെക്സ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, അതിനെക്കുറിച്ചൊന്നും അങ്ങനെ തെറ്റായ ഒരു സംഭവമൊന്നുമല്ല. എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് റിലേഷനിൽ നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ, അപ്പം അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈൻസ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം, ബ്ലെസ്സിങ്സ്, അനുഗ്രഹം, ഡിവൈൻ സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുമോ? 100% അബണ്ടൻസ്, പണം, ബ്ലെസ്സിങ്സ്, നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിക്ക് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിക്കുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ രീതിക്കുള്ള അനുഗ്രഹവും നിങ്ങൾക്ക് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി ഞാൻ ഇതുപോലത്തെ ഒരു റീഡിങ്ങുമായിട്ട്, ലൈവ് റീഡിങ്ങുമായിട്ട് ഞാൻ വരും. കാരണം ഇത് ഒരു അടിപൊളി റീഡിംഗ് ആയിരുന്നു. ഓക്കെ, കുറേയധികം എനർജി എനിക്ക് കിട്ടി. ഇനി എനർജി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കോഡൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ പോകും. അപ്പോൾ ഇനി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ല. അപ്പം ഓക്കെ ബൈ. ഇതിന് പുറമെ ആരെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ ബൈ, ടാറ്റ.